അഗ്നിസാക്ഷി. രചന പൗർണമി. അവതരണം മിത്രവിന്ദ. അകത്തേക്ക് പ്രവേശിച്ചതിനൊപ്പം ഇല്ലം ആകമാനം നോക്കുന്നുണ്ടായിരുന്നു സുദർശന. അവരെ അനുഗമിച്ചുകൊണ്ട് പിറകിലായി വിഷ്ണുവർദ്ധനും മക്കളും ഉണ്ടായിരുന്നു. അല്ല വാസു, ഇല്ലം എന്തോ റിസോർട്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ അവർ വാങ്ങിയത്? എന്നിട്ട് ഇവിടെ പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നില്ലല്ലോ. ഇനിയിപ്പോ അവരാ പ്ലാൻ ഉപേക്ഷിച്ചോ? സുദർശന അതുവരെ തോന്നിയ സംശയം മറച്ചു വെക്കാതുകൊണ്ട് വാസുദേവനെ നോക്കി ചോദിച്ചു. പണിയൊക്കെ നടക്കുന്നുണ്ടോ അപ്പോളെ? ഇല്ലമൊക്കെ അവസാനമൊക്കെ ആകുമ്പോ പണിയുള്ളൂന്നാ അജുമോൻ പറഞ്ഞത്. അതാ ഇവിടെയൊന്നും ചെയ്യാതിരുന്നത്. വാസുദേവൻ പെങ്ങളോട് മറുപടിയും പറഞ്ഞു. അജുമോനോ? അതാരാ? ഏറെക്കുറെ വിശേഷങ്ങൾ അറിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയതെങ്കിലും കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സുദർശനിക്ക് തിടുക്കമായി. അജുമോൻ ഈ ഇല്ലവും വസ്തുവൊക്കെ വാങ്ങിയ സായിറാം സാറിന്റെ മകനാണ്. ആ കുട്ടികളാണ് നേരത്തെ ഇവിടെ വന്നിരുന്നത്. അപ്പോഴേക്കും അജുവും ഫ്രണ്ട്സും അവരുടെ റൂമിലേക്ക് പോകാനായി വന്നിരുന്നു. സായിറാം ലക്ഷ്മൺ ഇന്ത്യയിലെ തന്നെ ഏറ്റവും സമ്പന്നനായ ബിസിനസ്മാൻ. ഇല്ലത്തിന്റെ രജിസ്ട്രേഷൻ സമയത്ത് ആഡംബര വാഹനത്തിൽ ബ്ലാക്ക് കാറ്റ്സിന്റെ അകമ്പടിയോടെ ഫോമ വിയസി വന്നിറങ്ങിയ ജെന്റിൽമാന്റെ മുഖം അവരുടെ മനസ്സിൽ തെളിഞ്ഞു. അവരുടെ മുഖം ഒന്ന് തിളങ്ങി. മോനെ അജു, സുദർശനയുടെ ആലോചനകൾക്ക് ഭംഗം സൃഷ്ടിച്ചുകൊണ്ട് വാസുദേവന്റെ ശബ്ദം മുഴങ്ങി. അയാൾ അജുവിനെ അരികിലേക്ക് ക്ഷണിച്ചു. ഓപ്പോളെ, ഇതാണ് സായിറാം സാറിന്റെ മകൻ അർജുൻ എന്ന അജുമോൻ. അവനെ അവർക്കായി അയാൾ പരിചയപ്പെടുത്തി. സുദർശന അതിസുന്ദരനായ സ്മാർട്ടായ ചെറുപ്പക്കാരനെ വിസ്മയത്തോടെ നോക്കി. അയ്യോ, കുട്ടിയായിരുന്നോ? സായിറാം സാറിന്റെ മകനാണെന്ന് കരുതിയില്ല. നിങ്ങളെപ്പോലെ ഇത്രയും പൈസയൊക്കെയുള്ള തിരക്കൊക്കെയുള്ള ആൾക്കാര് ഈ ഇടിഞ്ഞു വീഴാറായ മനയിലൊക്കെ താമസിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിലേ കരുതിയിരുന്നില്ല. സുദർശൻ ആവേശത്തോടെ പറഞ്ഞു നിർത്തി. വാസുദേവൻ അവരുടെ സംസാരം തീരെ ഇഷ്ടപ്പെട്ടില്ല. എങ്കിലും അയാൾ മൗനം പാലിച്ചു നിന്നു. വാസുദേവൻ മറ്റുള്ളവരെയും അവർക്കായി പരിചയപ്പെടുത്തി കൊടുത്തു. ആ സമയത്ത് മിത്തുവും ദേവും എല്ലാവർക്കുമുള്ള ചായയുമായിട്ട് വന്നിരുന്നു. അല്ല പെണ്ണെ, നീ ഇപ്പോഴും ഇവിടെ തന്നെയാണോ? ഡാൻസും പാട്ടുമൊക്കെ കഴിഞ്ഞെങ്കിൽ ഇവിടെ കിടന്ന് കറങ്ങാതെ നീ നിന്റെ വീട്ടിലേക്ക് പൊയ്ക്കൂടെ? മിഥുവിനോടുള്ള അമർഷം സുദർശനം മറിച്ചു പിടിക്കാതെ പറഞ്ഞു. അവരുടെ ഈ സംസാര രീതിയിൽ നിന്നും ഏകദേശം അവരെക്കുറിച്ചൊരു ധാരണ അർജുനും കൂട്ടർക്കും ഒക്കെ ലഭിച്ചിരുന്നു. മോനെ, ഇതാണ് എന്റെ മക്കൾ. എന്റെ മൂത്തമോൻ സിദ്ധാർത്ഥ്. അവൻ MBA കഴിഞ്ഞതാ. പഠിക്കാൻ മിടുക്കനായിരുന്നു. പിന്നെ നിങ്ങളുടെ അത്രയില്ലെങ്കിലും ഞങ്ങൾക്കും കുറച്ച് ബിസിനസ്സൊക്കെ ഉണ്ട്. വിഷ്ണുവേട്ടനും സിത്തുമോനും ചേർന്നാ അതൊക്കെ നോക്കി നടത്തുന്നത്. മോൻ ജോയിൻ ചെയ്ത ശേഷം ഞങ്ങളുടെ ബിസിനസ്സൊക്കെ നന്നായി മെച്ചപ്പെട്ടു. അത്രയ്ക്കും മിടുക്കനാ. അവർ മകനെ വാനോളം പുകഴ്ത്തി. സിത്താർത്ഥ് ഒരു പുഞ്ചിരിയോടെ അജുവിനും മറ്റുള്ളവർക്കും കൈകൊടുത്തു. ഇതെന്റെ മകൾ സിത്താര. ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞു. PGക്ക് ജോയിൻ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. എന്റെ മക്കൾ രണ്ടാളും മിടുക്കരാ. എന്റെ അതേ ബുദ്ധിയും സൗന്ദര്യമാണ് അവർക്കും കിട്ടിയിരിക്കുന്നത്. സ്വയം പ്രകീർത്തിച്ചുകൊണ്ടുള്ള അവരുടെ വാക്കുകൾ കേൾക്കെ ചെക്കന്മാരഞ്ചും ഉള്ളാൽ ചിരിക്കുകയായിരുന്നു. വിഷ്ണുവേട്ടനെ പരിചയപ്പെടുത്തുന്നില്ലേ ഓപ്പോളെ? വാസുദേവൻ ചോദിച്ചു. പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നുമില്ലാതെ ഭാര്യ പറയുന്നതും കേട്ട് ഒരു മൂലയിലിരിക്കുന്ന വിഷ്ണുവർദ്ധനെ കണ്ടിട്ട് പാവം തോന്നിപ്പോയിരുന്നവർക്ക്. ഓ, അങ്ങേരെ എന്ത് പരിചയപ്പെടുത്താൻ? വീടിനും കുടുംബത്തിനും ഉപകാരമില്ലാത്ത മനുഷ്യൻ. വാക്കുകളിൽ അവജ്ഞ നിറച്ച് അവർ പറഞ്ഞു. അപരിചിതർക്ക് മുൻപിൽ അപമാനിക്കപ്പെട്ടു വിഷ്ണുവർദ്ധൻ. അത് മനസ്സിലാക്കിയ വാസുദേവൻ വിഷയം മാറ്റാൻ എന്ന പോലെ അവരോട് ചായ കുടിക്കാൻ ആവശ്യപ്പെട്ടു. ചായ കുടിക്കുന്നതിനിടയിൽ പോലും ദേവുവിലേക്ക് എത്തുന്ന സിദ്ധാർത്ഥിന്റെ കണ്ണുകൾ അജുവും ശിവയും ഒന്ന് ശ്രദ്ധിച്ചിരുന്നു. ചായ കുടിച്ച ശേഷം അവർ മുകളിലായി. അവർ ഓണ്ടായി ഓരോരുത്തരും ഉപയോഗിച്ചിരുന്ന മുറികളിലേക്ക് പോയി. യാത്രാക്ഷീണം കൊണ്ട് ഡ്രസ്സ് പോലും മാറ്റാതെ കട്ടിലേക്ക് ചാഞ്ഞിരുന്ന സിത്താര. ഡോറിലായിട്ട് ആരോ മുട്ടുന്ന ശബ്ദം കേട്ട് അവൾ മടിച്ചു മടിച്ചു വാതി തുറന്നു. എന്താമേ? മനസ്സിൽ തോന്നിയ അമർഷം മറിച്ചു വയ്ക്കാതെ സിത്താര സുദർശനോട് ചോദിച്ചു. ആഹാ, നീ കൊള്ളാലോ. ഡ്രസ്സ് പോലും മാറിയില്ലേ? പിന്നെ എന്തായിരുന്നു നിനക്ക് ജോലി ഇവിടെ? ക്ഷീണം കൊണ്ടൊന്ന് കിടന്നു പോയതാമേ. പിന്നെ ഇപ്പോൾ ഡ്രസ്സൊക്കെ മാറി താഴത്തേക്ക് ചെന്നിട്ട് എന്ത് കിട്ടാനാ? ഈ കാട്ടുമുക്കിലേക്ക് ഇപ്പോൾ വന്നിട്ട് എന്ത് പ്രയോജനം ഉണ്ടായി? ഇല്ലൊക്കെ വിറ്റ് ഭാഗവും കിട്ടി. ഇനി നമുക്കെന്താ ഇവിടെ കാര്യം? ഞാൻ അവിടെ എങ്ങാനും നിന്നേനെ. അമ്മയ്ക്ക് വേറെ പണിയില്ല.
സിത്താരയ്ക്ക് ആ നാട്ടിൻപുറം തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അവൾ വാക്കുകളിലൂടെ തന്റെ വിദ്വേഷം രേഖപ്പെടുത്തി. ഓ പിന്നെ, എവിടെ കിടക്കണമായിരുന്നു? എല്ലാം വിറ്റ് തുളിച്ചില്ലേ നിന്റെ ആങ്ങള? ബിസിനസ് ചെയ്തെല്ലാം അവൻ നശിപ്പിച്ചില്ലേടി? ഇനി കടക്കാര് വന്ന് ആ വീട്ടിൽ നിന്നുകൂടി ഇറക്കി വിടാനുള്ളൂ. ഇനി ഇവിടെ വലിഞ്ഞു കയറി നിൽക്കുക അല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. ആ പിന്നെ, എന്റെ മോള് വിചാരിച്ചാലേ നിനക്ക് റാണിയെപ്പോലെ വാഴാം. സുദർശന പറഞ്ഞത് കേട്ടിട്ട് സിതാര സംശയത്തോടെ അവരെ നോക്കി. നീ ആ ചെക്കനെ കണ്ടില്ലേ, അർജുനെ? അവന്റെ ആസ്തി എത്രയാണെന്ന് അറിയോ നിനക്ക്? അവനെ എന്റെ മോള് കല്യാണം കഴിച്ചാൽ നമുക്ക് അവൾ അമ്മയെ നോക്കി ഒന്ന് കണ്ണടച്ച് കാട്ടി. അർജുന്റെ കാര്യം ഞാൻ ഏറ്റു എന്റെ അമ്മേ. സുദർശനെ കവിളിൽ നുള്ളി പറയുന്ന മകളെ അവർ വാത്സല്യത്തോടെ നോക്കി. അല്ലമ്മേ, പണ്ട് അമ്മ പറഞ്ഞത് കേട്ടിട്ട് ആ നീട്ടനെ പ്രേമിക്കാൻ നോക്കിയതുപോലെ ആകുമോ ഇതു ഇനി? സിതാര ഒരു നിരാശയോടെ ചോദിച്ചു. ഓ എന്റെ മോളെ, ഒരു നല്ല കാര്യത്തിന് ഇറങ്ങിത്തിരിക്കാൻ പോകുമ്പോ നീ എന്തിനാ പഴപുരാണത്തിന്റെ കെട്ടഴിക്കുന്നേ? സുദർശന് ഈർഷ്യയോടെ ചോദിച്ചു. അല്ലമ്മേ, എല്ലാം നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ നടക്കില്ലല്ലോ, അതാണൊരു ഭയം. അന്നത്തെ കാര്യോർത്താണോ? അന്ന് അവൻ സമ്മതിച്ചില്ലെങ്കിൽ സമ്മതിപ്പിക്കാനല്ലേ നമ്മൾ മാറ്റക്കല്യാണം കൊണ്ടുവന്നത്? എല്ലാം നമ്മൾ വിചാരിച്ച വിധം നടക്കാൻ പോയതല്ലേ? അഗ്നി എന്റെ മോളെ വേളി ചെയ്യുമ്പോ ദേവുവിനെ സിത്തുമോൻ വേളി കഴിക്കും. അന്നെല്ലാം വാക്കാല് വാസുദേവനുമായി പറഞ്ഞു വെച്ച സമയത്തല്ലേ ആ അഗ്നിക്ക് ആക്സിഡന്റ് ഉണ്ടാകുന്നത്? ഇവര് ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തി പോയത്. അതുകൊണ്ടല്ലേ നമ്മൾ നൈസായി അങ്ങ് വേളിയിൽ നിന്ന് ഒഴിഞ്ഞത്. പിന്നെ എല്ലാരെയും കൊണ്ട് ഓഹരി വിൽപ്പിക്കാനായിട്ട് ഞാൻ പെട്ട പാട്. ഒരു വിധത്തിലല്ല ഒന്ന് കരക്കടുപ്പിച്ചത്. നിന്റെ അച്ഛനെ എന്തിനു കൊള്ളാം? ആ പിന്നെ അന്ന് ആ ചെക്കന് ആക്സിഡന്റ് സംഭവിച്ചതുകൊണ്ടല്ലേ നമുക്കിപ്പോ ഇങ്ങനൊരു ലോട്ടറി അടിക്കാൻ പോകുന്നത്. ഇനിയെല്ലാം നമുക്ക് സെറ്റാക്കണം. അമ്മയുടെ മകളുടെ മനസ്സിൽ പ്രത്യാശകൾ നിറഞ്ഞു. അല്ലമ്മേ, ഇത്രനാൾ ഇവരെ നമ്മളായിട്ടല്ലേ അകറ്റിയത്? പിന്നെന്തിനാ ഇപ്പൊ വീണ്ടും ഇങ്ങോട്ട് വന്നത്? എനിക്കങ്ങോട്ടൊന്നും മനസ്സിലാവുന്നില്ല. സിത്താര അതുവരെ ഉണ്ടായിരുന്ന തന്റെ സംശയം മറച്ചു പിടിച്ചില്ല. നീ എന്റെ മോള് തന്നെ. എന്റെ എല്ലാ ബുദ്ധിയും നിനക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് കാശുള്ള ചെക്കന്മാര് താമസമാക്കിയെന്നറിഞ്ഞ് തന്നെയാ ഞാൻ ഇവിടേക്ക് വന്നത്. അല്ലാതെ ഈ ക്ഷയിച്ച ഇല്ലത്തേക്ക് വന്നിട്ട് നമുക്കെന്ത് പ്രയോജനം? പിന്നെ അത് സാക്ഷാൽ സായിറാമിന്റെ മകനാണെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല കേട്ടോ. അന്ന് അയാളുടെ ഗെറ്റപ്പൊക്കെ കണ്ടപ്പോ ഞാൻ അറിയാതെ ആഗ്രഹിച്ചു പോയിരുന്നു അയാൾക്കൊരു മകനുണ്ടായിരുന്നുവെങ്കിൽ എന്റെ മോളെ കൊണ്ട് എങ്ങനെയെങ്കിലും ഞാൻ വേളി കഴിപ്പിച്ചേനേന്ന്. എത്ര പെട്ടെന്നാ എന്റെ പ്രാർത്ഥന ദൈവം നടത്തിത്തരുന്നത്. ഞാനിതൊന്നും ഒരിക്കലും വിചാരിച്ചത് പോലുമില്ല. സുദർശന ആർത്തിയോടെ പറഞ്ഞു. അമ്മയുടെ പ്രതീക്ഷയും സന്തോഷവും മകളിലേക്ക് പകർന്നു സുദർശന. അമ്മയ്ക്കൊപ്പം അവളും ആ നിമിഷം മുതൽ അർജുന്റെ ഒപ്പമുള്ള ഒരു ആഡംബര ജീവിതം സ്വപ്നം കണ്ടു തുടങ്ങി. തന്റെ റൂമിലെ ജനാല തുറന്ന് പുറം കാഴ്ചകളിലേക്ക് കണ്ണു നട്ടിരുന്ന സിദ്ധാർത്ഥ് അവിടെ തന്റെ ഹൃദയത്തിൽ എപ്പോഴോ താൻ അറിയാതെ ഇടം പിടിച്ചൊരു പട്ടുപാവാടക്കാരി ആ മുറ്റത്തോടി കളിക്കുന്നതായി അവന് തോന്നി. അവധിക്കാലങ്ങളിൽ വിരുന്നെത്തുമ്പോ കൂടെ കളിപ്പിക്കാതെ അകറ്റി നിർത്തിയവൾ ഹൃദയത്തിൽ സ്ഥാനം അറിഞ്ഞത് അവൾ ഒരു ധാവണിക്കാരി ആയി മാറിയപ്പോഴാണ്. മനസ്സിൽ പ്രണയം പടർന്നു പന്തലിക്കുമ്പോഴും അമ്മയുടെ വാക്കിനപ്പുറം ഒരു തീരുമാനം എടുക്കുവാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ട് തന്നെ ഉള്ളിൽ വളർന്നു വന്ന പ്രണയത്തെ പുറത്തേക്ക് വരാത്ത രീതിയിൽ വിലക്കി നിർത്തിയിരുന്ന സിദ്ധാർത്ഥ് അവളെ വെറുപ്പോടെ കണ്ടിരുന്ന അമ്മയും സിത്താരയും അവളെ ഞാൻ വേളി കഴിക്കണമെന്ന് ആവശ്യമായി വന്നപ്പോ മനസ്സറിയാതെ തുള്ളിച്ചാടുകയായിരുന്നു. വിവാഹം വാക്കാൽ പറഞ്ഞു വെച്ചിരുന്ന നാളുകളിൽ പോലും ഉള്ളിലുള്ള പ്രണയത്തെ അവളുടെ മുമ്പിൽ തുറന്നുകാട്ടാൻ ധൈര്യം കിട്ടിയില്ല. അല്ലെങ്കിലും അക്കാലം അത്രയും ഒരു കാരണവുമില്ലാതെ അകറ്റി ഓടിച്ചിരുന്നവൻ പ്രണയം പറഞ്ഞു ചെന്നാൽ അവൾ വിശ്വസിക്കുമായിരുന്നോ? അവസാനം എല്ലാം അവസാനിച്ചു. മുൻകൈയെടുത്തവർ, ആഗ്രഹങ്ങളെ ഊട്ടിയുറപ്പിച്ചവർ എല്ലാം ശിഥിലമാക്കി. എന്നിട്ടും ആരോടും പരിഭവവും പരാതിയും പറഞ്ഞില്ല. ഒന്നിനു വേണ്ടിയും ആശ പിടിച്ചില്ല. എന്നിട്ടും എന്തു ബലം! അമ്മയുടെ മനസ്സ് നിഗൂഢതകളുടെ കലവറയാണ്. അമ്മ കീ കൊടുക്കുന്ന ചലിക്കുന്ന പാവകളെ മാത്രമാണ് അമ്മയ്ക്ക് ആവശ്യം. അമ്മയുടെ വഴിയാണ് പണ്ട് മുതലേ സിത്താരയും
വരുന്നില്ലെന്ന് എത്ര നിർബന്ധം പറഞ്ഞിട്ടും ഇവിടേക്ക് കൊണ്ടുവന്നത് എന്തിനെന്ന് അവൻ അപ്പോഴും പിടികിട്ടിയിരുന്നില്ല. ലാഭമില്ലാത്തതൊന്നും അമ്മ ചെയ്യില്ലെന്ന് അവന് നല്ല നിശ്ചയമുണ്ടായിരുന്നു. അമ്മായിയുടെ വരവ് ദേവുവിന്റെ ഹൃദയത്തിൽ തീ കോറിയിട്ട പോലെയാണ്. ഒരു ഉദ്ദേശവുമില്ലാതെ അവർ വരില്ല എന്നത് അവൾക്കറിയായിരുന്നു. ദേവു! മിത്തുവിന്റെ വിളി കേൾക്കി അവൾ തിരിഞ്ഞു നോക്കി. തന്റെ കണ്ണുകൾ മെല്ലെ അവൾ തടവി വിട്ടപ്പോഴാണ് താൻ ഇത്ര നേരവും കരയുകയായിരുന്നുവെന്ന് ദേവുവിന് മനസ്സിലായത്. എന്തടി, നീ എന്തിനാ പേടിക്കുന്നത്? എല്ലാ ബന്ധവും അവസാനിപ്പിച്ചു പോയതല്ലേ അവര്. അതുകൊണ്ട് ഇനിയും അവരടഞ്ഞ അധ്യായം തുറക്കില്ല. അവരുടെ ലക്ഷ്യം മറ്റെന്തോ ആണ്. മിത്തു ദേവുവിനെ ആശ്വസിപ്പിക്കാൻ എന്ന പോലെ പറഞ്ഞു. അവളുടെ വാക്കിൽ ആശ്വാസം കൊണ്ട് എന്ന പോലെ ദേവു തന്റെ കണ്ണുകൾ തുടച്ചുവിട്ടു. കുറച്ചു സമയം കഴിഞ്ഞ് മിത്തു തിരികെ പോയി. വിഷമിച്ചിരിക്കാതെ ദേവു തന്റെ പതിവ് ജോലികളിൽ വ്യാപൃതിയായി. ഉച്ചഭക്ഷണം വിളമ്പുന്ന തിരക്കിലാണ് ദേവു. ഡൈനിങ് ടേബിളിലായി സുദർശനെയും കുടുംബവും പിന്നെ വാസുദേവനും ഉണ്ട്. എത്ര തവണ വേണ്ടെന്ന് വെച്ചിട്ടും സിത്തുവിന്റെ കണ്ണുകൾ അവളിലേക്ക് ചെല്ലുന്നുണ്ടായിരുന്നു. ആ സമയം തലവേദന കൊണ്ട് സൈറ്റിൽ നിന്നും തനിയെ തിരിച്ചു മനയിലേക്ക് വന്നതാണ് അജു. മോനെ, ഭക്ഷണം കഴിക്കാൻ വാ, ഇനിയിപ്പോ കഴിച്ചിട്ട് മുകളിലേക്ക് പോകാം. റൂമിലേക്കൊന്ന് ഫ്രഷ് ആകാൻ പോയ അജുവിനെ സുദർശന തേനും പാലും ചാലിച്ചു വിളിച്ചു. ആദ്യമായി പരിചയപ്പെട്ടവനോടുള്ള അമ്മയുടെ സ്നേഹം കണ്ട് സിത്തു അവരെ അത്ഭുതത്തോടെ നോക്കി. ചെയറുകൾ ബാക്കി ഉണ്ടായിരുന്നിട്ടും വേലക്കാരിയെ പോലെ അവിടെ നിന്നുകൊണ്ട് അവരെ ഊട്ടുന്നവളെ അവൻ ഒന്ന് നോക്കി. പിന്നെ എന്തോ ചിന്തിച്ചെന്ന പോലെ തന്റെ ബാഗ് അവിടെ ഉണ്ടായിരുന്ന ടേബിളിലായി വെച്ച് കൈകൾ കഴുകി കഴിക്കാനായി വന്നിരുന്ന അർജുൻ. ദേവു വാ, താൻ ഇരിക്കുന്നില്ലേ? മാറി നിൽക്കുന്നവളെ ഭക്ഷണം കഴിക്കാൻ ക്ഷണിക്കുന്നവനെ കാണെ സുദർശനയുടെ മുഖം ചുളിഞ്ഞു. സിത്തുവും അജുനെയും ദേവുവിനെയും മാറി മാറി നോക്കി. അവള് പിന്നെ കഴിക്കൂന്നേ, മോനിപ്പോ കഴിക്ക്. സുദർശന പിന്നെയും അജുവിനെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. ഇവിടെ ചെയറുകൾ ബാക്കിയുണ്ടല്ലോ ആന്റി, അപ്പൊ ദേവുവിനും ഇരിക്കാലോ, അജു അവരോടായി പറഞ്ഞു. അയ്യോ മോനെ, നല്ല കുടുംബത്തിൽ ജനിച്ച പെൺകുട്ടികൾ എല്ലാരും ഭക്ഷണം കഴിച്ച ശേഷം മാത്രമേ കഴിക്കാവൂ. മുതിർന്നവർക്കോ ഒപ്പം കഴിക്കുന്ന സമ്പ്രദായം നമുക്കില്ല. പിന്നെ അതുമാത്രമല്ല, അവള് കൂടി ഇരുന്നാലേ നമുക്ക് പിന്നെ ആര് ഭക്ഷണം എടുത്തു തരും? സുദർശന ദേവു അവിടെ ഇരിക്കുന്നതിലുള്ള അതൃപ്തി ഇൻഡയറക്റ്റായി പ്രകടിപ്പിച്ചു. ഓ, അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. അപ്പോ ആന്റിയുടെ മകൾ? സോറി, എനിക്ക് നെയ്മ് അറിയില്ല. ഈ കുട്ടി നല്ല കുടുംബത്തിൽ ജനിച്ചതല്ലേ ആന്റി? അല്ല, മുതിർന്നവർക്കൊപ്പം കയറിയിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. പിന്നെ ഭക്ഷണം എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ നോക്കിയിട്ട് ഇവിടെ ഇരിക്കുന്ന ആർക്കും കൈക്ക് കുഴപ്പമൊന്നും കാണുന്നില്ല. അപ്പൊ ആവശ്യമുള്ളതെടുത്ത് കഴിക്കാനുള്ള ആരോഗ്യം എല്ലാവർക്കും ഉണ്ട്. താനിവിടെ ഇരിക്കടോ. അജു ദേവുവിന്റെ കൈകളിൽ പിടിച്ച് അവന്റെ അടുത്തുള്ള ചെയറിലായി ഇരുത്തതും അവൻ തന്നെ ഭക്ഷണം പാത്രത്തിൽ അവൾക്ക് പകർന്നു നൽകുന്നതും നോക്കി നിൽക്കുവാനേ സുദർശനയ്ക്കും മകൾക്കും കഴിഞ്ഞുള്ളൂ. സിദ്ധാർത്ഥ് അവനെ അത്ഭുതത്തോടെ നോക്കി. തനിക്ക് പലപ്പോഴും കഴിയാതെ പോയത്. ദേവുവും അർജുനെ നോക്കി. അത്രമേൽ പ്രണയത്തോടെ, സ്നേഹത്തോടെ, ബഹുമാനത്തോടെ അവൻ അവളെ നോക്കി കണ്ണു ചിമ്മി. കൂടെ ഞാനുണ്ടെന്ന പോലെ. അർജുൻ പൊളിച്ചു അല്ലേ? അല്ലെങ്കിലും ആൺകുട്ടികളായാൽ ഇങ്ങനെ വേണം. കഥ ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് തരാൻ മറക്കല്ലേ. സ്നേഹത്തോടെ സ്വന്തം മിത്ര. താങ്ക് യു.